കൊച്ചി കാക്കനാട് കേന്ദ്രീയ ഭവനിൽ വീണ്ടും ബോംബ് ഭീഷണി. രാവിലെ 10 മണിയോടെയാണ് ഈ ഭീഷണി സന്ദേശം എത്തിയത്. പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന തുടങ്ങി. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. അമൽ, ഭീഷണി സന്ദേശം എത്തിയത് അത് 10 മണിക്കാണ്. ഇപ്പോഴും അവിടെ ഈ പരിശോധനയുണ്ടോ? അവിടുത്തെ ജീവനക്കാരെയെല്ലാം സുരക്ഷിതമായി ഒഴിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നല്ലോ. അമൽ, പ്രജിൻ, ഏതായാലും രാവിലെ 10 മണിയോട് കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു ബോംബ് ഭീഷണി ഉണ്ടാകുന്നത്. കാക്കനാട് കേന്ദ്രീയ ഭവനിലെ 3-ാം നിലയിൽ പ്രവർത്തിക്കുന്ന പെട്രോളിയം എക്സ്പ്ലോസീവ് വിഭാഗത്തിന്റെ മേധാവിയുടെ മെയിലിലേക്കാണ് ഇത്തരത്തിലുള്ളൊരു ബോംബ് ഭീഷണി ഉണ്ടാകുന്നത്. ഇതിപ്പോൾ തന്നെ നമുക്കറിയാം, എറണാകുളം ജില്ലയിൽ തന്നെ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും 27ഓളം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ 3-ാം നിലയിലെ സ്ഥാപനത്തിലേക്കാണ് ബോംബ് ഭീഷണി ഉണ്ടായത്. ഏതായാലും ഈ സ്ഥാപനങ്ങളിൽ എല്ലാം ജോലിക്കാരെ, ജീവനക്കാരെ ഇന്ന് ഒഴിപ്പിക്കുകയും ഇന്നത്തെ ദിവസം അവധി നൽകുകയും ചെയ്തിട്ടുണ്ട്. കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസിന്റെയും CSFന്റെയും ഡോഗ്സോഡ് അടക്കമുള്ള ആളുകളുടെ ഒരു പരിശോധനയാണ് ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ഒരു ഭീഷണി വ്യാജമാകാനുള്ള സാധ്യതകൾ ഏറെ നിൽക്കുമ്പോഴും അന്വേഷണം ഗൗരവപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഉദ്യോഗസ്ഥർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ളൊരു ഭീഷണി ഉണ്ടാകുമ്പോൾ തന്നെ അതിന്റെ ഗൗരവം വർദ്ധിക്കുന്നത് ഇത് തുടർച്ചയായി ഉണ്ടാകുന്നു എന്നതാണ്. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളെയും കോടതികളെയും കളക്ടറേറ്റ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ തുടർച്ചയായി ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ വരുന്നു എന്നതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. പ്രജിൻ, അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.